ഉണ്ടായിടാ. സോ ഗൈസ്, നമ്മളങ്ങനെ വിഷുക്കണിയൊക്കെ കണ്ടു. നീ സിനിമയിൽ അഭിനയിച്ചെന്ന് പറ. ഇല്ല. മരണമാസ് ഗൈസ്. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നത്. വ്ളോഗ് എടുത്തൊന്നും ശീലമില്ല, എങ്കിലും കുറേ നാളും കൊണ്ട് ഇങ്ങനെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു. സോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇന്ന് എന്തായാലും എടുത്തേക്കാന്ന് വിചാരിച്ചു. വിഷു ഒക്കെ അല്ലേ, അപ്പോൾ ഒരു വിഷു വ്ളോഗ് അയക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിഷുവിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ ഈ വീഡിയോ പുറത്തിറങ്ങുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വീഡിയോ എടുത്ത് വെച്ചേക്കാം. കണിക്കൊന്ന ഇതുവരെ കിട്ടിയിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മൾ കണിക്കൊന്ന തേടി ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കണിക്കൊന്ന നേരത്തെയൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്രാവശ്യം അതിലൊന്നും ഒന്നുമില്ല. നമ്മളിപ്പോൾ കണിക്കുള്ള സംഭവങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ടെങ്കിലും ഈ പറ്റി സമ്മതിക്കില്ല ഗൈസ്. ഉണ്ടായിടാ. ഓക്കെ ഗൈസ്, നമ്മൾ വിഷുക്കണിക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങി സെറ്റാണ്. ബട്ട് 2 സാധനം മിസ്സിങ് ആണ് ഗൈസ്. മിസ്സിങ് എന്നല്ല, നമുക്ക് സ്വന്തമായിട്ട് പ്ലാവും മാവും ഒക്കെ ഉള്ളപ്പം നമുക്കതിൽ നിന്ന് പറിച്ചുകൂടെ. സോ നമ്മളിപ്പോൾ അത് പറിക്കാൻ പോവാണ്. അപ്പം കാണാം. വാ. മാങ്ങ പറിക്കുന്ന എൻ്റെ അനിയത്തി. മാങ്ങ എന്ത് എടി എടി, ഇതിന് ക്യാമറയിലൂടെ ഒന്നും കാണുന്നില്ല. അല്ലേ അല്ലയാ? അതാണ്ട് ഗൈസ്, അവിടെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അവിടെ ഉണ്ട് സംഭവം. ഞാൻ പറിക്കാം. ഇതൊക്കെ എന്ത് അമ്മേ, കുറച്ചുകൂടെ ഇല്ല, പറ്റത്തില്ല ഗൈസ്. ഫ്ലോപ്പായി. മാങ്ങ പറിക്കാൻ പറ്റുന്നില്ല. അതാണ് ഗൈസ് ഇവിടുത്തെ കുഴപ്പം. ഇവിടെ ഉള്ളതെല്ലാം അങ്ങ് മണ്ടേക്കാണ്, ഒന്നും എത്തത്തില്ല. ഒരു കമ്പിട്ട് വെച്ചാണെങ്കിലും പറിക്കാൻ പറ്റാത്തത്ര പൊക്കത്തിലാണ് നിൽക്കുന്നത്. സോ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഇനി നമുക്ക് ചക്ക നോക്കാം ഗൈസ്. ചക്ക കിട്ടി. കണ്ടോ, അതങ്ങ് ഇച്ചിരി പൊക്കത്തിലാണ്. ഇവിടെ അടുത്തൊരെണ്ണമുണ്ട്. നമുക്ക് ഇവനെ പറിച്ചാലോ? ഇത് പക്ഷേ ഇച്ചിരി വലുതല്ല. അമ്മേ, ഇച്ചിരി വലുതാ. കുഴപ്പമുണ്ടോ? ചക്ക സബാഷ്. എവിടെ പോയത്? ഡോ കിടക്കുന്നത് കാണുന്നുണ്ടോ? പതിയെ 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 പതിയെ. ഗൈസ്, നമുക്ക് മാങ്ങ വേറൊരു വീട്ടിൻ്റെ പറമ്പിലുണ്ടെന്ന്. അതെത്തുന്നിടത്താണ്. നമുക്കപ്പോൾ അത് പോയി പറിക്കാം. ഇതവൾ കൊണ്ടുപോട്ടെ. പറടാ, നീ സിനിമയിൽ അഭിനയിച്ചെന്ന് പറ. ഇല്ല. മരണമാസ് ഗൈസ്, ഞങ്ങളുടെ സിനിമ നടൻ ഗൈസ്. അങ്ങനെ നമുക്ക് കൊന്നപ്പൂവൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ അതൊക്കെ കൊണ്ടുവച്ച് രാത്രിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ചപ്പാത്തിയൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും പൂജാമലയിലേക്ക് പോയി കണിക്കുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ നമുക്ക് വീണ്ടും വിശന്നപ്പം ദേവു നൂഡിൽസ് ഉണ്ടാക്കി, അതും കഴിച്ചു കിടന്നുറങ്ങി. അപ്പം നമുക്കിനി രാവിലെ കാണാം. സോ ഗൈസ്, നമ്മളങ്ങനെ വിഷുക്കണിയൊക്കെ കണ്ടു. കൈനീട്ടൊക്കെ കിട്ടി അച്ഛൻ്റെ. ഒരു 6:30 ഒക്കെ
7 മണിയൊക്കെ ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വിഷുക്കണിയൊക്കെ കണ്ടു. ഇനിയും നമുക്ക് കുളിച്ച് റെഡിയായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. വിഷുവൊക്കെ അല്ലേ. അങ്ങനെ ഒരു സെറ്റ് സാരിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ. എൻ്റെ തന്നെ സാരിയാണ് സെറ്റ് സാരി. ബ്ലൗസ് ഞാൻ അമ്മയുടെയാണ് ഇസ്ക്കുന്ന ഗൈസ്. അപ്പോൾ അതൊക്കെ ഉടുത്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. ഇനി വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നോക്കാം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരുങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഞാനും എൻ്റെ അനിയത്തിയും പിന്നെ എൻ്റെ കസിനും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ഇവനെന്നെ കളിയാക്കുവാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതിനൊക്കെ. നമ്മൾ വിഷുവിന് അങ്ങനെ അധികം പടക്കമൊന്നും പൊട്ടിക്കാറില്ല കേട്ടോ. നമ്മൾ ദീപാവലിക്കൊക്കെയാണ് പൊട്ടിക്കാറുള്ളത്. പക്ഷേ പടക്കം പൊട്ടിക്കുന്നവരും ഉണ്ട് വിഷുവിന്. പക്ഷേ നമ്മളങ്ങനെ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ടൊരു ചെറിയ സദ്യ ഉണ്ട്. ഇത് മിനി സദ്യ ആയിരുന്നേ. അതൊക്കെ കഴിച്ചു. അപ്പോൾ ഈ സദ്യയോടുകൂടി നമ്മുടെ വ്ളോഗ് നിർത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. വേറൊന്നുമല്ല, ഞാൻ ഇതിന് ശേഷം വേറൊന്നും എടുത്തില്ല, അതാണ് കാരണം. അപ്പോൾ ഇത്രയെങ്കിലും ഞാൻ എടുത്തല്ലോ എന്ന സമാധാനത്തിൽ ഞാൻ എൻ്റെ വ്ളോഗ് അവസാനിപ്പിക്കുന്നു. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബായ്.